ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സൗണ്ട് കാർഡിൻ്റെ അൺബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏതൊരു വീഡിയോയുടെയും വീഡിയോ ക്വാളിറ്റി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓഡിയോ ക്വാളിറ്റി. അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ഒരു സൗണ്ട് കാർഡ് മേടിച്ചു. അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ആമസോണിൽ നിന്ന് മേടിച്ച സൗണ്ട് കാർഡ്. ഇതിൻ്റെ വില 5500 രൂപയാണ്. ഇത് ഓൾറെഡി അൺബോക്സിങ് നടത്തിയതാണ്. പിന്നെ മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വീണ്ടും ഇതൊന്നുകൂടെ അൺബോക്സിങ് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ സാധനം ഉപയോഗിച്ചപ്പം മെച്ചമാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാനത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടത്തക്ക രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിലും കുറഞ്ഞ വിലയിലുള്ള സൗണ്ട് കാർഡൊക്കെ ലഭിക്കും. പക്ഷേ കുറച്ച് മെച്ചമുള്ള ക്വാളിറ്റി ഉള്ളത് വാങ്ങിയെങ്കിലേ നമുക്കത് ഉപകാരപ്രദമാവുകയുള്ളൂ. ഇതിൻ്റെ ക്വാളിറ്റി വളരെ മെച്ചപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അവർ തന്നിരിക്കുന്ന ഐറ്റംസിൻ്റെ എല്ലാം പിക്ചർ ഇതിൻ്റെ മുകളിലുണ്ട്. എങ്കിലും നമുക്ക് ഓരോന്നുമായിട്ട് പരിശോധിക്കാം. ഈ സൗണ്ട് കാർഡിൻ്റെ ഒരു ഗുണം, ഇത് നമുക്ക് ഐഫോണിലും ആൻഡ്രോയിഡിൻ്റെ ഫോണിലും ലാപ്ടോപ്പിലും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള കോഡ് വയറുകളൊക്കെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വേയിലും ഇത് ഉപയോഗിക്കാം. നല്ല സൗണ്ട് കാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ലഭിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും നമുക്കൊന്ന് പരിശോധിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ ബോക്സ് ഇങ്ങോട്ട് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഭാഗമാണ്. ഇതതിൻ്റെ ഫസ്റ്റ് ലെയറാണ്. സെക്കൻഡ് ലെയർ ഇത് കാണിച്ച ശേഷം സെക്കൻഡ് ലെയർ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ ഫസ്റ്റ് ലെയറിൽ ഒന്നാമതുള്ളത് ഇത് നോയിസ് കാൻസലേഷൻ്റെ മൈക്കിന് മുൻപിലായിട്ട് വെക്കുന്ന ഈ സാധനമാണ്. ഡിങ്കിമോർ എന്ന് പറയുന്ന പേരൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് വശം ഇങ്ങനെ വരണം, അതുപോലെയാണ് പിക്ചറുമൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്നത് നല്ലൊരു ഹെഡ്സെറ്റ്. ഇതിങ്ങനെ നിവർക്കാം. ഇതോട്ട് വയർ കണക്ട് ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആ ഉപയോഗത്തിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന മറ്റൊരു വസ്തു എന്ന് പറയുന്നത് കണ്ടൻസർ മൈക്ക് കണക്ട് ചെയ്യുന്ന വെക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് നമ്മൾ വേണ്ട ഇങ്ങനെ ഈ ബക്കിൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് മൈക്കിനകത്തോട്ട് കടത്തിയാൽ നല്ല ടൈറ്റായിട്ടിരിക്കും. നല്ലതാണിത്. അപ്പോൾ ഈ ലെയറിലാണ്, മുകളിലുള്ള ലെയറിൽ ഇത്രയും വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ലെയർ മാറ്റി അടിയിലത്തെ ലെയർ പരിശോധിക്കാം. അപ്പോൾ അതിനകത്ത് അവർ തന്നിരിക്കുന്നത് ഇത്രയും വസ്തുക്കളാണ്. അത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇത് ടേബിളിലൊക്കെ നമുക്ക് ഇത് മൈക്ക് സെറ്റ് ചെയ്യാവുന്ന പോലുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ആ സ്റ്റാൻഡ് പിടിപ്പിക്കാനായിട്ട് നല്ലൊരു ക്ലാമ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാമ്പും സ്റ്റാൻഡും ഒക്കെ ടേബിളിൽ നമുക്ക് പിടിപ്പിച്ച് മൈക്ക് കറക്റ്റായിട്ട് വെച്ച് ഓഡിയോ കൊടുക്കാൻ സാധിക്കും.
അതിൻ്റെ കൂടെ നമുക്ക് തന്നിരിക്കുന്നത് നല്ലൊരു കണ്ടൻസർ മൈക്കാണ്. ആ മൈക്കിൻ്റെ നല്ലൊരു കവറൊക്കെ ഉണ്ട്. മൈക്ക് ഞാൻ എടുത്ത് കാണിക്കാം. സാധാരണ നല്ല ഭേദപ്പെട്ട ഒരു മൈക്കാണ്. നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മൈക്കാണ്. ഇതിൻ്റെ ഈ ഭാഗത്തുകൂടെയാണ് നമ്മൾ സൗണ്ട് അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടൻസർ മൈക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മറ്റ് സൈഡിൽ നിന്ന് വരുന്ന നോയ്സൊന്നും ഇതെടുക്കത്തില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മുടെ നമ്മുടെ മൗത്തിനോട് ചേർത്ത് വെച്ച് ഇവിടെ മൗത്ത് വരത്തക്ക രീതി വേണം നമ്മൾ വോയിസ് റെക്കോർഡ് നടത്താൻ. അതോടൊപ്പം തന്നിരിക്കുന്നത് നല്ലൊരു കേബിളാണ്. ഈ മൈക്ക് കണക്ട് ചെയ്യുന്ന കേബിള്, മൈക്കൊക്കെ ചുറ്റി വയ്ക്കാനുള്ള കേബിളൊക്കെ ചുറ്റി വെക്കാനുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഈ മൈക്ക് ഇങ്ങനെ 3 പിന്നുണ്ട് ബൈക്കിൽ. ഈ ഫീമെയിൽ കേബിളിനും അതേ പിന്നുണ്ട്. അത് നമ്മൾ നോക്കി ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ലോക്കാവും. ശേഷം നമ്മൾ ലൂസ് ചെയ്ത് ഇത് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ മറ്റേ അറ്റം ഈ ടൈപ്പ് പിന്നാണ്. ഇത് നമ്മൾ മിക്സറിലോട്ട് സൗണ്ട് കാർഡിലോട്ട് കൊടുക്കണം. സൗണ്ട് കാർഡിൽ മൈക്ക് 1, 2 ഇങ്ങനെ 2 ഹോളുണ്ട്. ഇനി സൗണ്ട് കാർഡ് നമുക്ക് കാണിക്കാം. ഇതാണ് സൗണ്ട് കാർഡ് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സൗണ്ട് കാർഡാണ്. ഇതിൻ്റെ ഹോളുകൾ ഇവിടെ കണ്ടൻസർ മൈക്ക് 1 എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഹെഡ്സെറ്റ് ഉണ്ട്, ഇവിടെ ഇയർഫോണുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് കൊടുക്കുന്ന ഒരു ഹോളുണ്ട്. അതായത് ഈ കരോക്കെയൊക്കെ ഇട്ട് പാട്ട് പാടേണ്ടവർക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ട്രാക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുതന്നെ മൊബൈലിൻ്റെ അതെന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് മൊബൈൽ 1, 2 ഇങ്ങനെ 2 ഡിവൈസ് കണക്ട് ചെയ്യാവുന്ന സംവിധാനം ഇതിലുണ്ട്. പിന്നെ ഇത് പവർ ഓൺ ആക്കുമ്പം ചാർജബിളാണ്. ചാർജ് ചെയ്യാനുള്ള ഒരു കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ട് ഞാൻ കാണിക്കാം. ഈ ചുമല ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെക്കൻഡുകൾ ചെയ്യുമ്പോൾ ഇത് ഓണാവും. അത് കഴിഞ്ഞ് നമ്മൾ ഈ കണക്ഷൻ എല്ലാം കൊടുത്ത് നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാം, പാട്ട് പാടാം. അപ്പം മെച്ചമായ ക്വാളിറ്റിയിൽ ഓഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടൻസർ മൈക്ക് തന്നെ വേണം. കണ്ടൻസർ മൈക്കും അതിൻ്റെ സെറ്റപ്പും എല്ലാം നല്ല രീതിയിൽ ഫോണിലും ലാപ്ടോപ്പിലും ഒരേപോലെ കൊടുക്കാവുന്ന ക്രമീകരണം എല്ലാം ഇതിലുണ്ട്. പ്രത്യേകം കേബിളുകളും അതിന് തന്നിട്ടുണ്ട്. അപ്പം ഇതിന് വേറെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. സൗണ്ടുകൾ, അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോണിലോട്ട് കണക്ട് ചെയ്ത ശേഷം അതിൻ്റെ സൗണ്ടുകൾ കേൾപ്പിക്കാം. പ്രത്യേകം സൗണ്ടുകൾ കിട്ടും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടും. പിന്നെ കരോക്കെ ഡൗൺലോഡ് ചെയ്താൽ പാട്ട് പാടുന്നവർക്ക് അങ്ങനെ നല്ല പാട്ടുകൾ പാടാൻ സാധിക്കും. പിന്നെ കൈയ്യടി ശബ്ദം, ഇങ്ങനെ മോട്ടോർ ബൈക്ക് പോകുന്നതിൻ്റെ ശബ്ദം, കാക്കയുടെ ശബ്ദം, ഇങ്ങനെ പല ശബ്ദങ്ങളും പുറപ്പെടുവിക്കും. ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ ഉപയോഗം കാണിക്കാം.
അപ്പോൾ ഇത് മൈക്ക് നമ്മൾ സ്കാൻ ചെയ്ത് ലാപ്ടോപ്പിൽ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തെങ്കിൽ നമുക്കത് ലാപ്ടോപ്പിലായാലും ഫോണിലായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ഇത് സ്കാൻ ചെയ്ത് കയറ്റി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പരിചയം വേണം. ഞാൻ പലരെ സമീപിച്ച് കൊണ്ട് പിന്നൊരു സ്റ്റുഡിയോയിൽ പോയി ഒരാൾ എനിക്കിത് പറഞ്ഞു തന്ന് അവർ സ്കാൻ ചെയ്ത് കയറ്റിയപ്പോഴാണ് ലാപ്ടോപ്പിൽ ഈ മൈക്ക് സെലക്ട് ചെയ്ത് ഓഡിയോ ചെയ്യാൻ കഴിഞ്ഞത്. ഞാനത് ശരിക്കും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അല്ലാതെ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ അത് ആരെങ്കിലും പറഞ്ഞു തരാൻ വേണം. യൂട്യൂബിലുള്ള ട്യൂട്ടോറിയലൊക്കെ നോക്കി അപ്പോഴും ചിലതിലൊന്നും നമുക്കതിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കത്തില്ല. ചിലർ ഒഡാസിറ്റിയിലോട്ട് സൗണ്ട് കൊടുത്തിട്ട് അതേ നിന്ന് വലിച്ചിടാനാണ് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഡയറക്റ്റ് യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡയറക്റ്റ് വോയിസ് കൊടുക്കാനാണ് ഞാനിത് ഉദ്ദേശിച്ചതും മേടിച്ചതും. അങ്ങനെ ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം, എനിക്കാദ്യം അറിയില്ലായിരുന്നു, അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ ആ മൈക്ക് പ്രീമിയർ പ്രോയിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ആ മൈക്ക് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ ഓഡിയോയും ഹെഡ്സെറ്റും എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ അന്നേരം നമുക്ക് ഹെഡ്സെറ്റ് വഴിയേ അതിൻ്റെ സൗണ്ട് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളല്ലാതെ അപ്ലോഡ് ചെയ്ത ശേഷം അത് വീഡിയോ എക്സ്പോർട്ട് ചെയ്ത ശേഷം സൗണ്ട് കിട്ടണമെങ്കിൽ വീണ്ടും നമ്മളത് മാറ്റി ലാപ്ടോപ്പിൻ്റെ ഹെഡ്സെറ്റും മൈക്രോഫോണും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് ഇതങ്ങോട്ട് വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് പഠിക്കണം. ഒന്നുകിൽ നമുക്ക് പറഞ്ഞുതരാൻ ഒരാൾ വേണം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ട്യൂട്ടോറിയൽ കേട്ടാൽ നമുക്ക് എല്ലാം ഒന്നും കിട്ടത്തില്ല. കാരണം നമ്മൾ ഓരോ സോഫ്റ്റ്വെയറാണ് ഓരോരുത്തർ ഉപയോഗിക്കുന്നത്. എല്ലാ സോഫ്റ്റ്വെയറും കേട്ടൊക്കെ എത്ര സോഫ്റ്റ്വെയറിൽ അല്ല നമ്മൾ എത്ര ട്യൂട്ടോറിയൽ കേട്ടാലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ കൂടി വേണം. ഈ യൂട്യൂബ് ചെയ്യുന്നവർക്കൊക്കെ ഇതറിയത്തുള്ളൂ. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊന്നും യൂട്യൂബ് ചെയ്യുന്നവരധികം പേര് കാണത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ക്ലാസ്സും ഒക്കെ കേട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഇപ്പം ഞാനിത് ഓഡിയോ കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ കറക്റ്റായിട്ടും ക്ലിയറായിട്ടും ഒക്കെ കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം. അപ്പോൾ ഈ എല്ലാ എക്യുപ്മെൻസും മേടിച്ചത് കൊണ്ടും നമ്മൾ പ്രാപ്തരാകുന്നില്ല. അപ്പം അടുത്തത് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന കണക്ഷൻ വയറുകളൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് ഞാൻ തൽക്കാലം ഓഫാക്കുകയാണ്. കുറേ നേരം ഇതിൻ്റെ ചാർജ് നിൽക്കും. ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ കുറേ മണിക്കൂറുകളോളം നമുക്ക്. അപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ഒരു 1 ഇയർ ഇതിൻ്റെ കൂടെ ഒരു കാർഡ് കിട്ടും. പിന്നെ 1 ഇയർ വാറൻറ്റി ഇതിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കേബിളെന്ന് പറയുമ്പോൾ ഒന്ന്, ഇത് നമുക്ക് 2 അറ്റവും കണ്ടൻസർ ടൈപ്പുള്ളത്. ഒന്ന് നമുക്ക് ലാപ്ടോപ്പിൽ കുത്താം, ഒന്ന് നമുക്ക് ഈ മൊബൈൽ 1 അല്ലെങ്കിൽ മൊബൈൽ 2 അവിടെ നമുക്ക് കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിലോട്ട് ഇത് കൊടുക്കാം. അതല്ല നമുക്കിത് ഫോണിലാണ് കുത്തേണ്ടതെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ അവരൊരു വയർ തന്നിട്ടുണ്ട്. ഇത് അഡീഷണൽ അവർ തന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ കുത്താൻ പറ്റും. ആൻഡ്രോയിഡ് ഫോണല്ല, ഐഫോണിലാണ് കുത്തുണ്ടെങ്കിൽ ഐഫോണിൻ്റെ ഒരു ചെറിയ പിന്ന് വേറെ നമുക്ക് ഇതിലോട്ട് കയറ്റിയിടാവുന്നത് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുത്തിയാൽ നമുക്ക് ഐഫോണിലോട്ടും ഈ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വോയിസ് ഓവർ ചെയ്യാം. പിന്നെ നമുക്ക് ഇതാണ് അവർ തന്നിരിക്കുന്ന ചാർജിങ് കേബിൾ. ഇത് നമുക്ക് ഫോണിൻ്റെ
ചാർജ് ചെയ്യുന്ന അതേലും ഒരു അറ്റം കുത്തിയിട്ട് ഈ അറ്റം ഇവിടെ കൊടുത്ത് കഴിഞ്ഞാൽ ഇത് ചാർജ് ആവും. പക്ഷേ എപ്പോഴും ഒന്നും ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരു 2, 3, 4 ദിവസമോളം ഒരു ചാർജിങ്ങിൽ ഉപയോഗിക്കാം. ഇതുണ്ട്. ഇത് തന്നെ നമുക്ക് ലാപ്ടോപ്പിലും കൊടുക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡ് നമ്മൾ ലാപ്ടോപ്പിൽ ഒരു സൈഡിൽ ഇവിടം കൊടുത്തോണ്ട് ഇത് നമുക്ക് ഇവിടം കൊടുത്തോണ്ട് ഇത് നമുക്ക് ഇവിടം കൊടുക്കാം ലാപ്ടോപ്പിൽ. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒരു വയറ്. പിന്നീട് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന കേബിള്, കുറേ കേബിൾ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇത് മറ്റൊരു കേബിളാണ്. ഇത് നമ്മൾക്ക് ഹെഡ്സെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഹെഡ്സെറ്റിൽ ഇവിടെ നമുക്കിത് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് നിവർത്ത് ഇത് വെച്ച ശേഷം നമുക്കിതിൻ്റെ അങ്ങേയറ്റം ഈ എഡ്ജ് ഇവിടെ ഹെഡ്സെറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. ഹെഡ്സെറ്റ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന വോയിസും പിന്നെ നമ്മൾ പറയുന്ന സൗണ്ടും എല്ലാം നമുക്കിതിൽ കൂടെ കേൾക്കാൻ സാധിക്കും. ഇതുകൂടാതെ അഡീഷണൽ 1-2 വയറുകളൊക്കെ തന്നിട്ടുണ്ട്. അതും നമ്മുടെ ആവശ്യാനുസരണമൊക്കെ നമുക്ക് ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ കണക്ട് ചെയ്യാവുന്ന രീതിയിൽ അഡീഷണൽ തന്നിട്ടുണ്ട്. ഒരേ സമയത്ത് 2 ഫോണൊക്കെ ഉപയോഗിച്ച് പിന്നെ പാട്ടൊക്കെ പാടുന്നവർക്ക് വേണ്ടിയായിരിക്കാം ഇത് ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മ്യൂസിക് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹെഡ്സെറ്റും മൈക്രോഫോണും എല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇത്തിരി ഒരു കേബിളിൻ്റെ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഉണ്ട്. ആവശ്യമായ എല്ലാ കേബിളുകളും ഉണ്ട്. ഐഫോണിലോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ചെറിയ പിൻ, അതായത് ഈ സി ടൈപ്പിൽ കുത്തുന്ന ഒരു ചെറിയ പിൻ, അത് ഞാൻ തന്നെ ഇവിടെ ഇപ്പോൾ വോയിസ് കൊടുക്കുന്ന മൈക്കിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് അത് കാണിക്കാൻ പറ്റത്തില്ല. ആ പിന്ന് നമുക്ക് മേടിക്കേണ്ടി വരും. ബാക്കിയെല്ലാം ഉണ്ട്. അതായത് ഇതിൻ്റെ അറ്റത്ത് കൊടുക്കുന്ന ഇത് ആൻഡ്രോയിഡ് ഫോണിന് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ അറ്റത്ത് ഇനിയും ചെറിയൊരു പിന്ന് കൊടുത്തെങ്കിലേ നമുക്ക് ഐഫോണിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു പിൻ മേടിക്കേണ്ടി വരും. ആ പിൻ എനിക്ക് ഓൾറെഡി ഉണ്ട്. കാരണം ഞാനത് ഈ മൈക്ക് കുത്തി വോയിസ് ആൻഡ്രോയിഡ് ഐഫോണിന് കൊടുക്കുന്ന പിൻ എനിക്കുണ്ട്. അതുകൊണ്ട് അത് എനിക്ക് മേടിക്കേണ്ടി വന്നില്ല. അങ്ങനെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു പിൻ നമ്മൾ വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഐഫോണിന് വേണ്ടി മൈക്രോഫോൺ മേടിച്ചിട്ടുള്ളവർക്ക് ആ പിന്ന് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന സംഭവങ്ങൾ. ഇനി ഞാൻ ഇതിൻ്റെ വോയിസ് ഒന്ന് കൊടുത്ത് നിങ്ങളെ കേൾപ്പിക്കാം. സൗണ്ടിൻ്റെ മാറ്റങ്ങളൊക്കെ കേൾപ്പിക്കാം. അത് ശരിക്കും ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഞാനത് ശ്രമിക്കാം. നമുക്ക് ഡിജിമോർ സൗണ്ട് കാർഡിൻ്റെ സൗണ്ട് എഫക്റ്റ് ഒന്ന് പരിശോധിക്കാം. അതിന് കൊടുത്തിരിക്കുന്ന ഓരോ ബട്ടണും അമർത്തി ആ സൗണ്ടുകളുടെ വ്യത്യാസങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ MC എന്ന് പറയുന്ന ആ ഒരു മോഡിലാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ആ MC മോഡിൽ കിടക്കുമ്പോഴുള്ള ശബ്ദമാണ്.
നമുക്കതിനെ ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് വോയിസ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നോക്കാം. ഇപ്പോൾ നമുക്ക് വോയിസ് ചേഞ്ച് വന്നിരിക്കുകയാണ്. ഫീമെയിൽ വോയിസ് ആയിട്ട് ഇത് ഞാൻ പറയുന്നത് ഫീമെയിൽ വോയിസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ അമർത്തി നോക്കാം. മെയ് ഔട്ട് വോയിസ്, അതായത് ഭയങ്കര ഗൗരവമുള്ള ഒരു സൗണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. എന്റെ സൗണ്ട് തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇനി അവിടെ വീണ്ടും ആ ബട്ടണിൽ ഒന്നുകൂടെ അമർത്തി നോക്കാം. അപ്പോ കുട്ടികളുടെ സ്വരം വരുന്നു. അതാണ് ലവ്ലി വോയിസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 3-4 ടൈപ്പ് വോയിസ് ഈ സൗണ്ട് ചേഞ്ചിലൂടെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ MC എന്ന ബട്ടൺ അമർത്തുമ്പോൾ നമ്മുടെ പഴയ സൗണ്ടിലേക്ക് നമ്മൾ കടന്നു വരുന്നു. അതേപോലെ ഇതിൽ കുറേ കരോക്കെ പാട്ട് പാടുന്നവർക്ക് അതിനൊരു ബട്ടണുണ്ട്. അത് പാടുമ്പോൾ കരോക്കെ റെക്കോർഡ് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇത് പാടാൻ സാധിക്കും. അതുപോലെ കുറേ ഇലക്ട്രിക് സൗണ്ട് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ആ സൗണ്ട് ആ ബട്ടൺ അമർത്തുമ്പോൾ കിട്ടുന്ന സൗണ്ട്. അതേപോലെ ചിയർ ആ ബട്ടൺ അമർത്താം. അപ്പം കയ്യടി കിട്ടും. ഓസം ഓസം. പിന്നെ 9277 മ്യൂസിക്കാണ്. അതേപോലെ കിസ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. അത് നമുക്ക് അമർത്തി നോക്കാം. ഗൺഷൂട്ട് തോക്കിൻ്റെ സൗണ്ട് പുറപ്പെടുവിക്കും. പിന്നത്തെ ഒരു ബട്ടൺ ഒരു കയ്യടിയുടെ ശബ്ദം കിട്ടുന്ന, നമ്മൾ പറഞ്ഞ് ആരും കൈയടിക്കാനില്ലെങ്കിലും നമുക്ക് ആ ശബ്ദം ഇതിലുണ്ടാക്കിയെടുക്കാം. പിന്നെ ചില മ്യൂസിക് ഉണ്ട്. ഇപ്പം കാക്കയുടെ സൗണ്ട്, അടുത്തൊരു ബട്ടൺ എല്ല്, അടുത്ത അമർത്തി നോക്കാം. അവിടെ കൈയടിയാണ്. പിന്നെ ചിരിയുടെ, നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് ചിരിക്കാൻ ആളില്ലെങ്കിൽ നമുക്കിതിൽ തന്നെ ചിരി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നത്തെ ഒരു മ്യൂസിക്കാണ് ഡിൻ. പിന്നെ ഒരു മ്യൂസിക്കാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ മൈക്കിൻ്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ റിവേർബ് പ്ലസ് മൈനസ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ട്രിബിള്, അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ബാസ് ഉണ്ട്. പാട്ടൊക്കെ പാടുമ്പം ബാസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം പുറപ്പെടുവിക്കാൻ സാധിക്കും. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ട്രാക്കുണ്ട്. അതും നമുക്ക് മ്യൂസിക്കൊക്കെ പാടുന്നവർക്ക് പ്രയോജനമാണ്. പിന്നെ സൗണ്ട് മോണിറ്ററുണ്ട്. നമുക്കിതിനെ ഔട്ട്പുട്ട് കൂട്ടിയും കുറച്ചും എടുക്കാവുന്ന മോണിറ്റർ, അങ്ങനെ ഒരു സ്വിച്ചുണ്ട്. പിന്നെ റെക്കോർഡിങ്ങിന് പ്ലസും മൈനസും 2 സ്വിച്ചുകൾ ഇത് കൊടുത്തിട്ടുണ്ട് ബട്ടണായിട്ടാണ്. പിന്നെ ഡീനോയ്സ് ചെയ്യാനുള്ള ഒരു ബട്ടണുണ്ട്. ഡക്കിങ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. എലിമിനേറ്റ് എന്ന് പറയുന്ന മറ്റൊരു ബട്ടണുണ്ട്. അങ്ങനെ ഇത്രയും സൗകര്യങ്ങളൊക്കെയുള്ള ഒരു സൗണ്ട് കാർഡാണ്. 5500 രൂപ വിലയാണ് ആമസോണിൽ. ഇതിനു മുമ്പ് ഞാൻ കണ്ട ഒരു യൂട്യൂബർ 2750 രൂപ ഒരു 9 മാസം മുമ്പിട്ട് ഒരു അൺബോക്സിങ് കണ്ടപ്പോൾ 2750 രൂപയാണ് അത് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇത് ഡിമാൻഡ് ഉള്ളത് കൊണ്ടായിരിക്കാം വില കൂടുന്നുണ്ട്. നല്ലതാണ്. ഒരു നല്ല യൂട്യൂബേഴ്സിനും വീട്ടിൽ തന്നെ സ്വന്തമായി പാട്ടൊക്കെ പാടി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇടുന്നവർക്കുമൊക്കെ ഉപകാരപ്രദമായ ഒരു സൗണ്ട് കാർഡാണിത്. ഞാനതിനെ ഉപയോഗിച്ചതിൽ നിന്ന് മെച്ചമാണെന്ന് തോന്നിയുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ലൊരു സൗണ്ട് കാർഡ്, സൗണ്ട് ക്വാളിറ്റി മെച്ചമാക്കുന്നതിന് വേണ്ടി ഞാൻ വാങ്ങിച്ചത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾക്കും വാങ്ങാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും 2 വർഷത്തിൽ കൂടുതലായി യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് ഇപ്പം മണിക്കൂറുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും കൂടുന്നില്ല. ആദ്യമൊന്നും ഇതിൻ്റെ രീതികളൊന്നും എനിക്കറിയില്ലായിരുന്നു. രീതികളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോഴത്തേന് 1 വർഷം കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാച്ച് അവർ 4000 തികയാത്തതുകൊണ്ട് മോണിറ്റൈസേഷൻ പ്രക്രിയയിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അശ്രാന്ത പരിശ്രമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വർക്കൗട്ട് ആകുന്നില്ല. എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ വർക്കൗട്ടാവും. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, വിനീതമായി അപേക്ഷിച്ചുകൊണ്ട്, നിങ്ങളുടെ സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ ചാനൽ മോണിറ്റൈസേഷനിലെത്തുകയുള്ളൂ. കരഞ്ഞൊന്നും പറയാൻ എനിക്കറിയില്ല. ഒരുപാട് പേര് ചാനൽ നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെ പറയുന്നത് കാണാം. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോയും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. സംഭവം സത്യമാണ്. ആദ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ രംഗത്ത് വന്നിട്ടുള്ളവർക്കറിയാം. എല്ലാവരുടെയും ചാനൽ കാണണം. അതോടൊപ്പം എൻ്റെയും ചാനൽ കണ്ട് മോണിറ്റൈസേഷന് വേണ്ട സഹായ സഹകരണങ്ങൾ കിട്ടത്തക്ക രീതിയിൽ വാച്ച് അവർ ഉണ്ടാക്കി തെരുമാറാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും ഒരു വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ട്രാവൽ വ്ളോഗാണ്. 10-15 രാജ്യത്തോളം ഞാൻ പോയി ട്രാവൽ വ്ളോഗ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണണം. കണ്ടാൽ പോരാ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നെങ്കിലേ പ്രയോജനമുള്ളൂ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.